പരിശുദ്ധ മാതാവിനെ നോക്കണം. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ വചനം അതാണല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ. ഗെത്സെമനയിൽ രക്തം കിനിയുന്ന രാത്രിയിൽ പിതാവേ എൻ്റെ എല്ലാം നിന്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് പ്രാർത്ഥിക്കാനായി ഈശോയ്ക്ക് മാതൃക കൊടുത്തത് ഈ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതമാണ്. മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക്, നിന്റെ ഇഷ്ടം നിറവേറിയാൽ മതി. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, എൻ്റെ സമയം ഇനി ആയിട്ടില്ല, അവൻ പറയണത് പോലെ ചെയ്യും, അവൻ പറയണത് പോലെ ചെയ്യും. എല്ലാറ്റിനും കർത്താവിൻ്റെ ഇഷ്ടം. സ്വന്തം മകനെ, ഒരു ബലിക്കുഞ്ഞാടിൻ്റെ മുദ്രയുള്ള ഈ മകൻ തൻ്റെ മാത്രം സ്വന്തമായിട്ട് നിൽക്കേണ്ടവനല്ല, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടേണ്ടവനാണെന്ന് പിതാവായ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഹൃദയം പറയുന്ന വേദനയോടുകൂടെ വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയേക്കാൾ എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് നിറവേറട്ടെ എന്ന് പറഞ്ഞൊരമ്മ സ്വർഗത്തിലേക്കല്ലാതെ, ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്കല്ലാതെ മറ്റെവിടേക്ക് പോകാനാണ്? നമ്മുടെ സാധ്യതയാണെന്നാണ് ഇന്നത്തെ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ അമ്മ സ്വർഗത്തിൽ പോയെങ്കിൽ ഇനിയുള്ളത് എനിക്കുള്ള ചാൻസാണ്. മാതാവ് കാണിച്ചു തരുന്നത് ദൈവ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രമാണെങ്കിൽ എൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് ഒന്ന് ജീവിച്ചു തുടങ്ങും. വെറുതെ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന ചൊല്ലിയാൽ പോരാ. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നൊക്കെ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരല്ലോ. ആലോചിച്ച് നോക്കിയാൽ മതി, സ്വർഗത്തിന് ഞാൻ യോഗ്യയാണോ, യോഗ്യനാണോ? ശരിക്കും അതെനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരിടമാണ്. അതിനും പറയുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. വചനം പറയുന്ന കാര്യമാണ്, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം. നമ്മൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ ജീവിച്ചു തുടങ്ങുമ്പോൾ, തന്നിഷ്ടമനുസരിച്ച് ജീവിതം ക്രമീകരിച്ചു തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എതിരായി പലതും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന സ്വർഗമാണെന്നോ. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ